തിരുവനന്തപുരത്തെ മഴ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രിയിലും പല സ്ഥലങ്ങളിലും നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ തന്നെ ചെറിയ മഴച്ചാറ്റലും കുറച്ച് നല്ല രീതിയിലുള്ള മഴയും ഒക്കെ പല സ്ഥലങ്ങളിലുമുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമാണോ? എവിടെയാണ് അമലിപ്പോൾ ഉള്ളത്? മധ്യകേരളം മുതൽ തെക്കൻ കേരളം വരെ നല്ല മഴയാണ്. അതിന് മുകളിലേക്കും മധ്യകേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള സ്ഥലങ്ങളിലും ഇടവിട്ട് നല്ലതായി മഴ പെയ്യുന്നുണ്ട്. മഴ ഇന്നും നാളെയും കൂടി തുടരും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ മഴയാണ് പെയ്യുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ ഇടവിട്ടിട്ട് പെയ്യുന്ന മഴ എന്ന് പറയുന്നത് അതിശക്തമായ മഴയാണ്. ഇന്നിപ്പോൾ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എങ്കിലും മഴ ഇങ്ങനെ തൂളി നിൽക്കുകയാണ്. ഇനി മഴ ഇങ്ങനെ പെയ്യുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി തിരുവനന്തപുരംകാർ അനുഭവിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിലേതുപോലെയല്ല തിരുവനന്തപുരത്തെ സ്ഥിതി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഈ നഗരപ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ഈ മലയോര മേഖലയിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടി, യാത്രാ നിരോധനവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതുവരെയും ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നഗരത്തിലെ പ്രതിസന്ധി അതല്ല. നഗരത്തിൽ ഈ വെള്ളം കെട്ടിക്കിടന്ന വീടുകളിലേക്ക് പോലും കയറാനാകാതെ പലയിടങ്ങളിലും ആളുകൾ കിടപ്പുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ ഈ മഴയുടെ ഒരു ഇടവേള നല്ല കൂടുതലായിരുന്നതിനാൽ തന്നെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇടവേളകൾക്ക്, ഈ മഴകൾ തമ്മിലുള്ള ഇടവേളകൾക്ക് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തുടരുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് അത് പിന്നെയും ഭീഷണിയായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നേരത്തെ നൽകിയിരിക്കുന്ന മഴ മുന്നറിയിപ്പുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. മലയോര മേഖലയിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം പത്തനംതിട്ട അടക്കമുള്ള മേഖലകളിൽ, ഗവി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ഉള്ള നിരോധനമൊക്കെ തുടരുന്നുണ്ട്. തീരദേശ മേഖലയിലാണെങ്കിൽ നിലവിൽ അതിശക്തമായ തിരമാല അടിച്ചുള്ള പ്രശ്നങ്ങളില്ല എങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും കടൽ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ലക്ഷദ്വീപ്, കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയ മുന്നറിയിപ്പ് ഇപ്പോൾ തുടരുകയാണ്. മഴ എന്തായാലും കുറച്ച് ദിവസം കൂടി തുടരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തുടരും എന്നല്ല, അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. അതായത് ഒരു 2 ദിവസം കൂടി ഇതുപോലെ മഴ നിന്നതിന് ശേഷം പിന്നീട് ഒരു ഗ്യാപ്പ്. അതിനുശേഷം 31-ാം തീയതി കാലവർഷം എത്തും. അത് ആൻഡമാനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങ് എത്താൻ അധികം ദൂരമില്ല. അതിനാൽ തന്നെ ഈ മഴ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ഒരു പ്രതിസന്ധി, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മഴ പ്രതിസന്ധിയാണ്. ചില സ്ഥലങ്ങളിലുള്ളവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് ആസ്വദിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ തിരുവനന്തപുരംകാർക്ക് അങ്ങനെയല്ല. 31-ാം തീയതി മുതൽ കാലവർഷം എത്തും. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി മഴയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. മോത്തി.